നമ്മൾ ഇനി പോകുന്നത് ഒട്ടും സുഖകരമല്ലാത്ത വളരെ സങ്കടമുള്ള ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപത്ത് കാറ് തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആൽവിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. ആൽവിൻ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപകടം എങ്ങനെയായിരുന്നു, സാഹചര്യം എന്താണ്, ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ആളുകൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ്, ഒരു എർട്ടിക കാറാണ് ചിന്നാർ പുഴയിലേക്ക് മറിഞ്ഞത്. ഇത് കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയിലാണ്, ഈ പ്രദേശത്താണ്, ഒരു വളവിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇന്ന് പുലർച്ചെയൊക്കെ വലിയ തോതിൽ മഴയും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. കാഴ്ച മറഞ്ഞതാണോ അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ഈ അപകട കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. തിരുവനന്തപുരം സ്വദേശികളാണ് ഇതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജെറിൻ എന്ന 38 വയസ്സുള്ള ആളാണ് ഈ അപകടത്തിൽ മരിച്ചത്. 5 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ദിവ്യ, നവ്യ എന്നിവർ ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആദ്യം പീരുമേട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോട്ടയം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഒപ്പം തന്നെ അജിൻ എന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പീരുമേട് ആശുപത്രിയിലാണ് ഉള്ളത്. ഒരു കുട്ടിയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ കുട്ടിക്ക് ലഭിക്കുന്ന വിവരം 5 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ സംഘമാണ്. അവർ ഇടുക്കിയിലേക്ക് വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ചിന്നാർ പുഴയിലേക്ക് മറിയുകയുണ്ടായത്. വരുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് പോലീസും ആംബുലൻസും അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ ആൽവിൻ, ശരി, വ്യക്തമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.